ആദ്യത്തെ വർഷം അവസാനിക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നത്തിലായിരുന്നു. കോൺക്രീറ്റ് പാലങ്ങൾ ഉയർന്നപ്പോഴും ഭരണയന്ത്രങ്ങൾ പലയിടത്തും പാളം തെറ്റി. എന്നാൽ 2022 മെയ് മാസം മുതൽ 2023 മെയ് മാസം വരെയുള്ള ആ രണ്ടാമത്തെ വർഷം കേരളത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു പേടി സ്വപ്നമായിരുന്നു. ഒരു സർക്കാരിൻ്റെ സമനില തെറ്റിയ ജനങ്ങൾ തെരുവിലിറങ്ങിയ സാമ്പത്തിക കൊള്ളകളുടെ ആ രണ്ടാം വർഷത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാം വർഷത്തിൻ്റെ തുടക്കം തന്നെ സർക്കാരിന് കിട്ടിയത് 8ൻ്റെ പണിയായിരുന്നു. 2022 മെയ് മാസം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയും മുഴുവൻ ക്യാബിനറ്റും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും UDF അവിടെ ചരിത്ര വിജയം നേടി. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ജനങ്ങളുടെ നെഞ്ചിലേക്ക് അടിച്ചിറക്കിയ മഞ്ഞക്കുറ്റികൾ കേന്ദ്ര അനുമതി കൂടി നിഷേധിക്കപ്പെട്ടതോടെ സർക്കാർ നിശബ്ദമായി ഉപേക്ഷിച്ചു. തൊട്ടടുത്ത മാസം ജൂണിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കനത്തപ്പോൾ സർക്കാരിൻ്റെ സമനില പൂർണ്ണമായും തെറ്റുന്ന കാഴ്ചകൾ കേരളം കണ്ടു. പ്രതിഷേധങ്ങളെയും കരിങ്കൊടികളെയും സമരങ്ങളെയും എക്കാലവും നെഞ്ചിലേറ്റിയ ഒരു ഇടതുപക്ഷ സർക്കാരിന് പെട്ടെന്ന് കറുപ്പ് നിറത്തോട് ഭയം തോന്നി തുടങ്ങി. മുഖ്യമന്ത്രി പോകുന്ന വഴികളിൽ സാധാരണക്കാരുടെ മുഖത്തെ കറുത്ത മാസ്കുകൾ വരെ പോലീസ് ഊരിമാറ്റിപ്പിച്ചു. ഒരു മുഖ്യമന്ത്രിക്ക് വഴിയിലൂടെ പോകുന്നതിന് മാസ്കിൻ്റെ നിറം കണ്ട് ഭയപ്പെടേണ്ടി വന്നെങ്കിൽ ആ ഭരണം ജനങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നു പോകുന്നു എന്ന് വ്യക്തമായിരുന്നു. സെപ്റ്റംബർ മാസം എത്തിയപ്പോൾ സർക്കാർ ഒരു വലിയ ക്യാമ്പയിനുമായി രംഗത്ത് വന്നു. കേരളത്തിൽ പടർന്നുപിടിക്കുന്ന MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾക്കെതിരെയായിരുന്നു അത്. കോടികൾ ചിലവാക്കി ബോധവൽക്കരണ പരിപാടികളും മനുഷ്യചങ്ങലകളും തീർത്തു. ക്യാമറകൾക്ക് മുന്നിൽ ഇതൊക്കെ വളരെ മനോഹരമായിരുന്നു. എന്നാൽ ലഹരിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച് ഭരണപാർട്ടിയുടെ സ്വന്തം യുവജന സംഘടനാ നേതാക്കളും കിലോ കണക്കിന് MDMAയുമായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പിടിയിലാകാൻ തുടങ്ങി. CPM നേതാവിൻ്റെ ലോറിയിൽ നിന്നും ലക്ഷങ്ങളുടെ ലഹരിമരുന്ന് പിടിച്ചെടുത്തതുൾപ്പെടെ സ്വന്തം പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം നാട്ടുകാരെ മുഴുവൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ പോയ ആ വിരോധാഭാസം കണ്ട് കേരളം ചിരിയോടെയാണ് നോക്കിയത്. ഒക്ടോബർ മാസം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ആ വാർത്ത പുറത്തു വന്നു. പത്തനംതിട്ടയിലെ ഇലത്തൂർ ഇരട്ട നരവിൽ സാക്ഷാൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയ നിമിഷം. എന്നാൽ അവിടെ കേരള പോലീസിന് 100-ൽ 100 മാർക്ക് നൽകണം. യാതൊരു തുമ്പുമില്ലായിരുന്ന ആ തിരോധാന കേസ് CCTV ദൃശ്യങ്ങളുടെയും മൊബൈൽ ടവറുകളുടെയും കേന്ദ്രീകരിച്ച് അതിവിദഗ്ധമായ അന്വേഷണം പ്രതികൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്. കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. ഈ വർഷത്തെ ഏറ്റവും വലിയ കയ്യടി അവർക്ക് തന്നെയായിരുന്നു. എന്നാൽ ആ കയ്യടിയുടെ ആയുസ്സും വെറും 1 മാസം മാത്രമായിരുന്നു. നവംബർ മാസം സർക്കാരിന് മേൽ ഇരുട്ടടിയായി മാറി. ആദ്യം വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ്. 295 താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ CPM ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ മുൻഗണനാ ലിസ്റ്റ് ചോദിക്കുന്ന കത്ത് പുറത്തു വന്നു. PSC പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ മുഖത്തേറ്റ അടിയായിരുന്നു ആ പിൻവാതിൽ നിയമന കത്ത്. എന്നാൽ ഈ കത്ത് വ്യാജമാണെന്നും താൻ ഒപ്പിട്ടിട്ടില്ലെന്നും പിന്നീട് മേയർ പറഞ്ഞു. ഒറിജിനൽ കത്ത് കണ്ടെത്താൻ കഴിയാത്തതിനാൽ കേസ് തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്കും കഴിഞ്ഞില്ല. ഈ ആരോപണങ്ങൾക്കെല്ലാം കാലം പിന്നീട് കണക്ക് പറഞ്ഞത് തലസ്ഥാനം മാറി ചിന്തിച്ചപ്പോഴാണ്. ഇതേ നവംബർ മാസത്തിൽ തന്നെ തലസ്ഥാനം ഒരു കലാപഭൂമിയായി മാറുകയായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം തങ്ങളുടെ കിടപ്പാടം കടലെടുക്കാൻ കാരണമാകുന്നു എന്നാരോപിച്ച് ലത്തീൻ സഭ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ വലിയൊരു സമരം ആരംഭിച്ചു. ചർച്ചകൾ വഴിമുടക്കി. ഒടുവിൽ നവംബർ 27-ന് സമരം പൂർണ്ണമായും കൈവിട്ടുപോയി. ആക്രോശിച്ചു കൊണ്ടുവന്ന ജനക്കൂട്ടം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ആക്രമിച്ചു. നിരവധി പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലത്തീൻ സഭയും സർക്കാരും തമ്മിലുള്ള ഈ ഈഗോ ക്ലാഷ്, വികസനവും സാധാരണക്കാരുടെ അതിജീവനവും തമ്മിലുള്ള സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനുണ്ടായ ഏറ്റവും വലിയ ഭരണപരാജയമായിരുന്നു വിഴിഞ്ഞം ആ രാത്രി കണ്ടത്. ഒടുവിൽ 140 ദിവസം കേരളത്തെ മുൾമുനയിൽ നിർത്തിയ വിഴിഞ്ഞം തുറമുഖ സമരം ലത്തീൻ സഭയുടെ ചർച്ചകൾക്കൊടുവിൽ സർക്കാർ വിജയകരമായി തീർപ്പാക്കി. വികസനത്തിൻ്റെ വലിയൊരു തടസ്സം അവിടെ നീങ്ങി. എന്നാൽ ഇതേ ഡിസംബർ മാസത്തിൽ തന്നെ സർക്കാർ വേറെ ഒരു പ്രതിസന്ധിയിലേക്ക് സ്വയം നടന്നു കയറുകയായിരുന്നു. ബഫർ സോൺ അഥവാ പരിസ്ഥിതി ലോല പ്രദേശം. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന സുപ്രീം കോടതി വിധി വന്നപ്പോൾ കൃത്യമായ ഗ്രൗണ്ട് സർവേകൾ നടത്താതെ കർഷകരെ സംരക്ഷിക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാർ വളരെ വേഗത്തിൽ ഒരു ഉപഗ്രഹ സർവേ നടത്തി. ഫലമോ, ഇടുക്കിയിലെയും വയനാട്ടിലെയും സാധാരണക്കാരുടെ വീടുകളും പള്ളികളും കൃഷിയിടങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ബഫർ സോണിലായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ആയിരക്കണക്കിന് കർഷകർ തെരുവിലിറങ്ങി. ഒടുവിൽ സർക്കാർ ആ സർവേ റിപ്പോർട്ടുകൾ തിരുത്തേണ്ടി വന്നു. പുതിയ വർഷം 2023 ജനുവരി. കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകി. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും ഡിജിറ്റൽ ബാങ്കിംഗ് ഉറപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. സാങ്കേതിക വിദ്യയിൽ കേരളം നടത്തിയ വലിയൊരു കുതിച്ചുചാട്ടം.
പക്ഷേ ആ സന്തോഷത്തിന് വെറും ഒരു മാസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരൻ്റെ നടുവൊടിച്ച ആ പ്രഖ്യാപനം വന്നു. പെട്രോളിനും ഡീസലിനും 2 രൂപയുടെ സാമൂഹിക സുരക്ഷാ സെസ്. വിലകയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളുടെ തലയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ നികുതി ഭാരം കൂടി അടിച്ചേൽപ്പിച്ചു. ബസ് ചാർജ് മുതൽ പലചരക്ക് സാധനങ്ങളുടെ വില വരെ കുതിച്ചുയർന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ എളുപ്പവഴി ജനങ്ങളുടെ പോക്കറ്റടിക്കുക എന്നായിരുന്നു. നികുതി വർധനവിൻ്റെ ഞെട്ടൽ മാറും മുൻപേ മാർച്ച് മാസത്തിൽ കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ വൻ തീപിടുത്തം. 12 ദിവസത്തോളമാണ് കൊച്ചി നിവാസികൾ ആ പ്ലാസ്റ്റിക് വിഷപ്പുക ശ്വസിച്ച് ജീവിച്ചത്. അതൊരു വെറും തീപിടുത്തമായിരുന്നില്ല. ആ പുകയ്ക്കിടയിലൂടെ പുറത്തു വന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ദുർഗന്ധമായിരുന്നു. ബ്രഹ്മപുരത്തെ ബയോ മൈനിങ് കരാർ ലഭിച്ച രാഷ്ട്രീയ ഉന്നതരുമായി ബന്ധമുള്ള സോൺട ഇൻഫോടെക് എന്ന കമ്പനിയുടെ പേര് പുറത്തു വന്നു. പരിചയസമ്പത്തില്ലാത്ത കമ്പനികൾക്ക് കോടികളുടെ കരാർ നൽകി അത് വീണ്ടും ഉപകരാറുകളായി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു വലിയ അഴിമതി ശൃംഖലയായിരുന്നു അവിടെ കത്തിച്ചാമ്പലായത്. കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണ നയം പൂർണ്ണമായും ഒരു നുപ്പുത്തിയായി മാറി. വിഷപ്പുകയുടെ പെരുദോഷം മാറാൻ ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ സർക്കാർ നാടിന് സമർപ്പിച്ചു. അത്യാധുനിക സൗകര്യങ്ങളുള്ള വാട്ടർ മെട്രോ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു പുൻതൂവൽ തന്നെയായിരുന്നു. എന്നാൽ ആ പൊൻതൂവലിൻ്റെ തിളക്കം കെടുത്തിക്കൊണ്ട് ഈ ടേമിലെ ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളയുടെ രേഖകൾ പുറത്തു വന്നു. 232 കോടിയുടെ സേഫ് കേരള പദ്ധതി അഥവാ AI ക്യാമറ അഴിമതി. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് റോഡുകളിൽ സ്ഥാപിച്ച ആ ക്യാമറകൾക്ക് പിന്നിൽ നടന്നത് പകൽക്കൊള്ളയായിരുന്നു. കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനം വഴി SRIT, റിസാഡിയോ തുടങ്ങിയ കടലാസ് കമ്പനികളിലേക്ക് കോടികളുടെ കരാറുകൾ മറിഞ്ഞു. വ്യവസായ വകുപ്പോ ധനവകുപ്പോ അറിയാതെ ഉന്നതരുടെ ബിനാമി കമ്പനികളിലേക്ക് ഈ പണം ഒഴുകി. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും പിഴയായി ഈടാക്കുന്ന പണം രാഷ്ട്രീയക്കാരുടെ വിശ്വസ്തരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു പ്രൈവറ്റ് ATM മെഷീനായി ആ ക്യാമറകൾ മാറി. അങ്ങനെ വിവാദങ്ങളുടെ ഒരു പരമ്പര തീർന്ന മെയ് മാസം ഈ സർക്കാരിൻ്റെ 2ാം വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ ഹൃദയം നടുക്കിയ ഒരു വാർത്ത കൂടി നമ്മളെ തേടി വന്നു. ഡോക്ടർ വന്ദനാദാസ് വെറും 23 വയസ്സുള്ള ഒരു ഹൗസ് സർജൻ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്ന ഒരു പ്രതിയുടെ ആക്രമണത്തിൽ ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ ആ രാത്രിയിലെ ഭീകരതയെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പക്ഷേ അതൊരു കൊലപാതകം മാത്രമായിരുന്നില്ല. അതൊരു വലിയ സിസ്റ്റത്തിൻ്റെ, കേരള പോലീസിൻ്റെ, പ്രോട്ടോക്കോളുകളുടെ, സർക്കാരിൻ്റെ, ആരോഗ്യ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് പരിചയ സമ്പത്തില്ലാത്തത് കൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് ആരോഗ്യമന്ത്രി പറയേണ്ടി വന്നു. കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ മുഖത്തേറ്റ വലിയൊരടിയായി മാറിയത്. ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരിൽ നിന്ന് അറിയിച്ചിട്ടുള്ള ഒരു വിവരം. കണ്ണീരും കൊള്ളയും നിറഞ്ഞ ആ 2ാം വർഷത്തിൻ്റെ മാസ്റ്റർ സ്ട്രോക്ക് എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ചരിത്രപരമായ തുടർ ഭരണത്തിൻ്റെ 2ാം വർഷവും ജനകീയ സ്കോർ താഴേക്ക് തന്നെ. ഇനി വരാനിരിക്കുന്നത് എപ്പിസോഡുകൾ 3. സർക്കാരിന് പണം തീർന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാസപ്പടി വിവാദം കേരളത്തെ പിടിച്ചു കുലുക്കിയ നവോത്ഥാന സദസ്സിൻ്റെ ആ 3ാം വർഷം. കാത്തിരിക്കുക ദ കേരള ഔട്ട്ലെറ്റ്.